കളർ സിനിമ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1860 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ ടിൻറ്റിംഗ് ആൻഡ് ടോണിംഗ് ടെക്നിക് ഉപയോഗിച്ചാണ് ഫിലിമുകൾക്ക് കളർ കൊടുത്തിരുന്നത്. നൈറ്റ് സീനിന് ഒരു ബ്ലൂ ടോണും ഡേ സീനുകൾക്ക് ഒരു സീപ്പിയ ടോണുമാണ് അന്നത്തെ ഫിലിമുകൾക്ക് കൊടുത്തിരുന്നത്. ഒരു ഫ്രെയിമിൽ ഒരു സമയം ഒരു കളറേ കിട്ടൂ എന്നുള്ളതായിരുന്നു ഈ ടെക്നിക്കിനുണ്ടായിരുന്ന ഒരു പരിമിതി. അതിനുമൊക്കെ മുമ്പ് ഫിലിം സ്ട്രിപ്പുകളിൽ കൈകൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് മാനുവലി പെയിന്റ് ചെയ്ത് സ്ക്രീനിൽ കളർ കൊണ്ടുവരുന്ന ടെക്നിക് ജോർജ് മെലീസ് എന്ന സംവിധായകൻ ചെയ്തിരുന്നു. വളരെ സൂക്ഷ്മത വേണ്ട ഈ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. സമയച്ചിലവും പണച്ചിലവും അധികമായതിനാൽ ഈ ടെക്നിക് അധികകാലം നിന്നില്ല. പിന്നീട് ഒരു 1922 മുതൽ ടെക്നിക് കളർ എന്ന ടെക്നിക് വഴിയാണ് സിനിമകളിൽ കളർ കൊണ്ടുവന്നിരുന്നത്. ക്യാമറയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രസത്തിന്റെ സഹായത്തോടെ റെഡ്, ഗ്രീൻ എന്നീ രണ്ട് നിറങ്ങളെ ഒരേ സമയം രണ്ട് ഫിലിം സ്ട്രിപ്പുകളിൽ റെക്കോർഡ് ചെയ്ത് അതിനെ പിന്നീട് ഒരു ഫിലിമാക്കി അത് റൺ ചെയ്തിരുന്ന ടെക്നിക്കായിരുന്നു ടെക്നിക് കളർ. അതിനാൽ ആദ്യകാലങ്ങളിൽ ബ്ലൂ കളറിന്റെ കുറവ് അക്കാലത്തെ ഫ്രെയിമുകളിൽ കാണാമായിരുന്നു. പിന്നീട് 2 എന്നുള്ളത് 3 ഫിലിം സ്ട്രിപ്പ് ആവുകയും അതിൽ നീല നിറം കൂടി ഇൻക്ലൂഡ് ആവുകയും ചെയ്തു. 1939 പുറത്തിറങ്ങിയ വിസാർഡ് ഓഫ് ഓസിലെ ഈ ഒരു സീൻ മുതൽ ടെക്നിക് കളർ വളരെയധികം പോപ്പുലർ ആവുകയായിരുന്നു. ടെക്നിക് കളർ എന്ന കമ്പനി കൊണ്ടുവന്ന ടെക്നിക് ആയതുകൊണ്ട് ടെക്നിക്കിന്റെ പേരും ടെക്നിക് കളർ എന്നായി.